ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ എന്നീ 4 സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണം നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. ഇതിനോടൊപ്പം തമിഴ്നാട് കൂടി ചേരുമ്പോൾ മോദിയുടെ പ്രതിച്ഛായ വളരെ താഴേക്ക് പോകുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ 5 സംസ്ഥാനങ്ങളിലായി 249 സീറ്റുണ്ട്. മൊത്തം സീറ്റിന്റെ 45%മാണിത്. 2014 BJP ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് 187 സീറ്റാണ് നേടിയത്. ഇത്തവണ ഇതിൽ 100 സീറ്റുകൾ നഷ്ടമാകും. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ BJPയുടെ അവസ്ഥ പരുങ്ങലിലാണ്. UPയിൽ 73 സീറ്റുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് BJP നേടിയത്. എന്നാൽ 5 വർഷം കൊണ്ട് ദയനീയ അവസ്ഥയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ. 43.9 പേരാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത്. ഇത് ശരാശരിയാണെങ്കിലും 2 മാസം മുൻപ് നടന്ന സർവേയാണിത്. മോദിയുടെ ജനപ്രീതിയിൽ ഇനിയും ഇടിവ് വരാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. UPയിൽ സർക്കാരിന്റെ പ്രവർത്തനം അത്യന്തം ദയനീയമാണ്. MPമാരുടെ പ്രവർത്തനത്തിൽ 8.2%, MLAമാരുടെ പ്രകടനത്തിൽ 11.8% പേരുമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രകടനം നല്ലതാണെന്ന് 22% പേരാണ് അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസിന്റെ മഹാസഖ്യത്തിന്റെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നതോടെ UPയിൽ 44 സീറ്റിന്റെ നഷ്ടം BJPക്കുണ്ടാവും. 27 സീറ്റിൽ BJP ഒതുങ്ങും. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളാണുള്ളത്. 41 സീറ്റുകളാണ് ഇവിടെ BJP ശിവസേന സഖ്യത്തിനുള്ളത്. ഇവിടെ മോദിയുടെ പ്രവർത്തനത്തിൽ 47.9% പേരാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ 33.9% പേരാണ് പിന്തുണച്ചത്. BJP സഖ്യത്തെക്കുറിച്ചും വലിയ മതിപ്പ് സംസ്ഥാനത്തില്ല. സർവേകളിൽ ചെറിയ ഇടിവുണ്ടാവുമെന്നാണ് പ്രവചനമെങ്കിലും ഗ്രൗണ്ട് റിപ്പോർട്ട് BJPക്ക് തിരിച്ചടിയാണ്. 20 സീറ്റിലേക്ക് സഖ്യം വീഴാനാണ് സാധ്യത. തമിഴ്നാട്ടിൽ മോദിയുടെ പ്രതിച്ഛായ 2.2%. 5 സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമാണിത്. AIDMKയുമായുള്ള സഖ്യവും BJPക്ക് തിരിച്ചടിയാണ്. എടപ്പാടി പളനിസ്വാമിക്ക് വെറും 7.7% പിന്തുണയാണ് ഉള്ളത്. ഇവിടെ 5 സീറ്റിലേക്ക് NDA ഒതുങ്ങും. ഈ 3 സംസ്ഥാനങ്ങളിൽ 85 സീറ്റുകൾ BJPക്ക് നഷ്ടമാകും. ഇത് കോൺഗ്രസിന്റെ വൻ തിരിച്ചുവരവിനും കാരണമാകും. ബംഗാളിൽ 22 സീറ്റുകളാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ BJP തരിപ്പണമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് 43.2% ആളുകളാണ്. എന്നാൽ ഇവിടെ മോദിയേക്കാൾ മുന്നിലാണ് മമതാ ബാനർജി. ഇവിടെ BJP 8 സീറ്റുകൾ വരെ നേടും. 2014 അപേക്ഷിച്ച് 6 സീറ്റിന്റെ വർധനവുണ്ട്. പക്ഷെ അപ്പോഴും അമിത്ഷാ വിചാരിക്കുന്ന നേട്ടമുണ്ടാകില്ല. ബീഹാറിൽ നിതീഷ് കുമാറും മോദിയും ഒരേപോലെ പ്രതിച്ഛായയുള്ളവരാണ്. മോദിയെ 50%, നിതീഷ് കുമാറിനെ 55.3% പിന്തുണയ്ക്കുന്നു. പക്ഷേ ഇവിടെ 2014 31 സീറ്റ് നേടിയിരുന്നു NDA. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് പറയാനാവില്ല. 36 സീറ്റുകൾ വരെ BJP നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. പക്ഷേ MLAമാരും MPമാരും ഇവിടെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇത് കോൺഗ്രസ് RJD സഖ്യത്തിന് ഗുണകരമായേക്കുമെന്നാണ് വിലയിരുത്തൽ.